ഹായ് ഗെയ്സ്, എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എമ്പുരാൻ കണ്ടിട്ട് വന്ന ഹാങ് ഓവറിലാണ്. ചങ്ങനാശ്ശേരി അനു അഭിനയം ഉണ്ടായിരുന്നു, ധന്യ രമ്യ ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് ആശീർവാദ് സിനിമാസ് ഉണ്ടായിരുന്നു, കോട്ടയത്ത് ആനന്ദ് പോലുള്ള തിയേറ്ററുകളുണ്ടായിരുന്നു. ഓൺലൈനിൽ ബുക്ക് ചെയ്തു, നല്ല തിരക്കായിരുന്നു. കഷ്ടിച്ച് ഒരു സീറ്റ് എങ്ങാണ്ട് കിട്ടി ബുക്ക് ചെയ്തു. ചങ്ങനാശ്ശേരി രമ്യ ധന്യ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അതിൻ്റെ ഹാങ് ഓവർ തീരുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആദ്യമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൂസിഫർ 2 ലാലേട്ടൻ തകർത്താടിയ എമ്പുരാൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ 1-2 ചോദ്യങ്ങളിലൂടെ കിടക്കുകയാണ്. ഇത്രയും വിവാദമാക്കേണ്ട ഒരു ചിത്രമായിരുന്നു എമ്പുരാൻ? 2, ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരെങ്കിലും, തിരക്കഥാകൃത്ത്, അതുപോലെ തന്നെ സംവിധായകൻ, ഇതിലെ നായകൻ ആരെങ്കിലും ഈ പടം ഇറങ്ങുന്നതിന് മുമ്പോ ശേഷമോ ഇതൊരു RSS വിരുദ്ധത അല്ലെങ്കിൽ ഒരു BJP വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ചിത്രമാണ് എന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ പറഞ്ഞിരുന്നു? ഇത് 2 ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യത്തിൽ എനിക്കുണ്ടായ ഫീലിംഗ് യാഷ് രാജിൻ്റെ ചിത്രങ്ങളൊക്കെ കാണുന്നത് പോലെ, വീർ സാറ, അതുപോലെ തന്നെ പത്താൻ, പിന്നെ നമ്മുടെ സൽമാൻ ഖാൻ്റെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ടൈഗർ, അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. എൻ്റയർലി അടിപൊളി ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോളിവുഡ് ഹോളിവുഡ് ഫ്രെയിം, അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഒക്കെ മികച്ച കാസ്റ്റിംഗ് ആയിരുന്നു. ഓരോരുത്തരും അഭിനയ മികവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പീക്ക് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ അഭിനയിച്ചു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ സിനിമയുടെ കുറച്ച് അതിൻ്റെ ഉള്ളറയിലേക്കൊന്ന് കിടക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഈ പടം ഒരു രീതിയിലും ഇതൊരു RSS വിരുദ്ധ ചിത്രമാണെന്നോ അല്ലെങ്കിൽ ഒരു BJP വിരുദ്ധ ചിത്രമാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാൻ മറ്റു പലർക്കും കാരണമായിട്ടുള്ളത് ഒരു പക്ഷേ ഈ ഗുജറാത്ത് ട്രെയിൻ തീ കത്തിക്കലും അതുപോലെ തന്നെ ഈ ബജ്രംഗി എന്നുള്ള പേരൊക്കെ ഉപയോഗിച്ചതായിരിക്കാം ഒരു പക്ഷേ ഈ പടം തീർത്തും RSS വിരുദ്ധതയൊക്കെയാണെന്ന് പറയുന്നത്. എനിക്ക് അതിൻ്റെ ടോപ്പ് ടു ബോട്ടം ആ സിനിമ കണ്ടതിൽ നിന്നും എനിക്ക് അങ്ങനെ ഒരു RSS വിരുദ്ധതയോ ഒരു BJP വിരുദ്ധതയോ അങ്ങനെ ഒരു സമൂഹത്തിനെ കൊന്നൊടുക്കിയതുകൊണ്ടാണ് ആരെങ്കിലും ഭരണം പിടിച്ചു നിർത്തിയതെന്നോ എനിക്കൊരിക്കലും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി എനിക്ക് ഒരു രീതിയിലും ഈ പടത്തെ ഒന്ന് മാച്ച് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഗുജറാത്ത് എന്ന് മാറ്റി മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റ് ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഈ ബജ്രംഗി എന്നുള്ള ഒരു വില്ലൻ്റെ പേര് അത് മറ്റ് വേറെ എന്തെങ്കിലും പേരായിരുന്നോ എങ്കിലോ ഒരിക്കലും ഈ സിനിമ ഇങ്ങനെ ഒരു ചർച്ചയാകുമായിരുന്നില്ല. ഞങ്ങളിന്ന് നിറഞ്ഞ സദസ്സിലാണ് ആ തിയേറ്ററിൽ ഞങ്ങൾ ഈ സിനിമ കണ്ടത്. എനിക്ക് തോന്നുന്നു ഹിന്ദുക്കൾ, മുസ്ലിമുകൾ, ക്രിസ്ത്യാനികൾ, അതിൽ തന്നെ രാഷ്ട്രീയമുള്ളവർ, രാഷ്ട്രീയമില്ലാത്തവരൊക്കെ വളരെ ഒരു കലാരൂപം എന്നതിനപ്പുറത്തേക്ക് ഒരു വൈകാരികമായി ആരും ഈ സിനിമ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എൻ്റെ അടുത്ത് ഇരുന്നവരുടെയൊക്കെ പ്രതികരണം അങ്ങനെ തന്നെ ആയിരുന്നു. അതിനകത്ത് ഒരുപാട് ബ്രൂട്ടൽ സീനുകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ മാർക്കോയുടെ അത്രയൊന്നും വരുത്തില്ലെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് കണ്ടാൽ ഒരുപാട് വിഷമങ്ങളൊക്കെ തോന്നുന്ന ഒരുപാട് ഫീലിങ്സ് ഉണ്ടാക്കുന്ന സീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു വംശീയ കലാപം അല്ലെങ്കിൽ ഒരു വംശീയ ഹത്യ, ഇതിനു മുമ്പ് എവിടെയോ തേഞ്ഞു മാഞ്ഞു പോയ ഒരു സംഭവത്തിനെ എടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇറക്കി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ആത്യന്തികമായിട്ട് ഞാൻ പറയുകയാണ്, കല മാത്രമായിട്ട് കാണുക. എന്നാൽ സമീപകാലത്ത് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അത് വംശീയപരമായ അധിക്ഷേപങ്ങൾ തുറന്നു കാട്ടുന്ന സിനിമകൾ. അതിൽ ഒരു 1% പോലും സത്യമില്ലാത്ത ഒരുപാട് പടങ്ങൾ ഇവിടെ ഇറങ്ങി. അതൊക്കെ കട്ട് ചെയ്യാതെ നമ്മുടെ മുന്നിലേക്ക് വന്നു. നമ്മളിൽ പലരും കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്. പക്ഷെ അതൊന്നും ആ സിനിമകളൊന്നും ചർച്ചയാകാതെ പോയിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ അതിനപ്പുറത്തേക്ക് എപ്പോഴും ഇങ്ങനെയുള്ള സിനിമകൾ ചർച്ചയാകുന്നതിൻ്റെ ഒരു പശ്ചാത്തലം അത് ഒരു ഹേറ്റേഴ്സിൻ്റെ ഒരു തീരുമാനമാകണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പം മമ്മൂട്ടി ഫാൻസ്, അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസ്, ഞാൻ അങ്ങനെ ഒരാളുടെയും ഫാൻസൊന്നുമല്ല. ഏത് സിനിമ വന്നാലും കാണാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം കയ്യിലെ കാശ് മുടക്കി പോയി അത് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇത് ഒരു പണ്ടൊക്കെ പറയുമായിരുന്നു സിനിമ സംവിധായകൻ്റെ ഒരു കലയാണ് എന്ന്. അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. സിനിമ സംവിധായകൻ്റെ കല മാത്രമല്ല, തിരക്കഥാകൃത്തിൻ്റെയും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമാണ്
ഓരോ സിനിമയും അല്ലെങ്കിൽ അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും അണിയറ പ്രവർത്തകരുടെ കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് കൂടി വന്നു കഴിഞ്ഞാൽ വെട്ടാൻ സാധ്യതയുള്ള 1-2 സീനുകളൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സീനുകൾ മാത്രമേ ഉള്ളൂ. അത് വെട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് സിനിമാ മേഖലയിലുള്ളവർ, രാഷ്ട്രീയ മേഖലയിലുള്ളവർ, സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ തലങ്ങും വിലങ്ങും തകർത്തുകൊണ്ട് ഈ സിനിമയുടെ നിരൂപണം നടത്തുകയാണ്. ഒരാൾക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ഇതൊരു രാഷ്ട്രീയ സിനിമയാണ് എന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പടമോ അല്ലെങ്കിൽ ആ ടാർഗറ്റ് ചെയ്തതിൻ്റെ ഇരകൾ മറ്റേതെങ്കിലും ഒരു വിഭാഗമാണെന്നോ ഒന്നും ഒരിക്കലും ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലാണ് എൻ്റെ അഭിപ്രായം. മറ്റെല്ലാം മാറ്റി വെച്ച് എല്ലാവരും ഈ സിനിമ കാണുക. കാര്യം നല്ല ഫ്രെയിം, നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ കുറഞ്ഞ തിയേറ്ററുള്ള ഒരു കേരളത്തിൻ്റെ ചുറ്റുപാടിൽ എല്ലാവരും അങ്ങനെ സിനിമ കാണാൻ താല്പര്യമുള്ള ആളുകളുമല്ല. പിന്നെ വേൾഡ് വൈഡിൽ എല്ലാ മലയാളികളും പോയി കണ്ടൊക്കെയാണ് ഓരോ പടങ്ങളും ഹിറ്റാവുന്നത്. പക്ഷേ കേരളത്തിലുള്ള എല്ലാവരും ഒരു നല്ലൊരു സിനിമ, നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പൃഥ്വിരാജ് നടത്തി ആ പൃഥ്വിരാജിൻ്റെ എഫേർട്ട് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ സിനിമ പോവുക. അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. RSSനെ കുറ്റം പറയുന്നില്ല, BJP കുറ്റം പറയുന്നു, അതുപോലെ തന്നെ ഇതൊരു വംശീയ കലാപത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് സിനിമയാണെന്നൊന്നും ഒന്നും കരുതുന്നില്ല. കാര്യം നമ്മളൊരു സിനിമ മാത്രമായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി, ഇങ്ങനൊരു ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ല. അത് ഈ അണിയറ പ്രവർത്തകരാരും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ കഥകളിലേക്കൊന്നും ഞാൻ കടക്കുന്നൊന്നുമില്ല. ഫസ്റ്റ് ലൂസിഫർ സിനിമ പോലെ തന്നെ ഡ്രഗ്സിനെതിരെ, അത് വേൾഡിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഡ്രഗ്സ്, പണ്ടേ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ നർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്, പുള്ളിക്ക് താല്പര്യമില്ല എന്ന് പണ്ടേ പറഞ്ഞാണ്. അപ്പം ആ സിനിമ മുഖ്യമായും പങ്കുവഹിക്കുന്നത് ഡ്രഗ്സിനെതിരെ ഉള്ള നായകൻ്റെ ഒരു പോരാട്ടം എന്ന് തന്നെ പറയാം. അതിനപ്പുറത്തേക്ക് കഥയുടെ കൂടുതൽ കഥാഗതിയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എല്ലാവരും ഫാമിലിയോടുകൂടി തന്നെ സിനിമ പോയി കാണുക, വിജയിപ്പിക്കുക. ഇതിൽ ഇത്രയധികം രോഷം കൊള്ളാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയധികം ചർച്ച നടത്താനോ അല്ലെങ്കിൽ നമ്മുടെ സമയം പോലും അല്ലെങ്കിൽ നമ്മളെ ഇവിടുത്തെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മുഖ്യധാരയിൽ ഇത്രയും ചർച്ചയ്ക്ക് വഴിവെക്കാനൊന്നും ഈ സിനിമ ഒരു കാരണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ, ഒരു സിനിമ സ്നേഹി എന്നുള്ള നിലയിൽ ഞാൻ കണ്ടു, എൻ്റെ അഭിപ്രായം പറഞ്ഞു. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. വെട്ടിമുറിച്ചാലും വെട്ടിമുറിച്ചില്ലെങ്കിലും ഈ സിനിമയുടെ ഒന്നും തന്നെ നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇതൊരു പക്ഷേ കേരളത്തിലെ സിനിമ മേഖല വളർത്താനും അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ കേരളത്തിൽ റിലീസായ ഒരു വേൾഡ് സിനിമ എന്നൊക്കെ നമുക്ക് നാളുകളിൽ പറഞ്ഞ് അഭിമാനിക്കാവുന്ന നല്ലൊരു സിനിമ മാത്രമാണ് ലൂസിഫർ 2 എമ്പുരാൻ. അപ്പോൾ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നതിനോടൊപ്പം നന്ദി, നമസ്കാരം.